സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം ദൈവം നൽകുന്ന രക്ഷ നിയമവും കൃപാവരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ അഭിമന്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിമി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, 10 കൽപ്പനകൾ ദൈവം സ്ഥാപിച്ചു. തിരുസഭയുടെ കൽപ്പനകൾ ആരാണ് സ്ഥാപിച്ചത്? ഒന്ന് വിശദീകരിക്കാം. 10 കൽപ്പനകൾ ദൈവം സ്ഥാപിച്ചു. തിരുസഭയുടെ കൽപ്പനകൾ ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ തിരുസഭയുടെ കൽപ്പനകൾ തിരുസഭ സ്ഥാപിച്ചു, അല്ലേ? കാലാകാലങ്ങളിലായി രൂപം കൊണ്ടതാണ് തിരുസഭയുടെ കൽപ്പനകൾ. എല്ലാം കൂടെ കൃത്യം 5 എണ്ണം എന്ന് പറഞ്ഞ് എഴുതി ഒരു ദിവസം ഉണ്ടാക്കിയതല്ല. കാലാകാലങ്ങളിലായിട്ട് രൂപം കൊണ്ടതാണ്. ഇപ്പോൾ 1-ാം പ്രമാണമാണ് ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ ഉള്ളതാണ്. ഏതാണ്? ഞായറാഴ്ച ദിവസം കടവുള്ള ദിവസമാണ്. അത് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. അത് ആരംഭം മുതലേ ഉള്ള നിയമം. ഒരുപക്ഷെ 5 നിയമങ്ങളിലെ ഏറ്റവും ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് അതാണ്. പിന്നീട് ഓരോരോ നിയമങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഇപ്പോൾ വിവാഹത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ വന്നിട്ടുണ്ട്. നോമ്പ് ഉപവാസം എടുക്കുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ വന്നു. അതുപോലെ പള്ളിക്ക് പസാരം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വന്നു. ഈ നിയമങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിലെ സൂനകദോസുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അവയെല്ലാം കൂടി ചേർത്ത് തിരുസഭയുടെ 5 കൽപ്പനകൾ എന്നുള്ളത് എല്ലാ വിശ്വാസിക്കും ബാധകമാണ് എന്ന് ഏറ്റവും അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്തുന്നത് ത്രന്തോസ് സൂനകദോസ്. വ്യക്തമായല്ലോ അല്ലേ? ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, അമൽറാണി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ചിലപ്പോഴെങ്കിലും ഈ കൽപ്പന പാലിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. യാത്രയിലായിരിക്കുമ്പോഴോ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴോ ഒക്കെ. ഇതൊരു മാരക പാപമാണോ? ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതുണ്ടോ? രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വീഴ്ച വരുത്തിയാൽ അത് മാരകപാപമല്ല. കാരണം എന്താണ്? രോഗം നമ്മളാരും എടുത്തുകൊണ്ട് വന്നതല്ല, രോഗം വന്നതാണ്. ദൈവത്തിന് അതിനെ അറിയാം. അതേസമയം യാത്ര, എങ്ങോട്ടോ യാത്ര പോയെന്നുള്ളതോടെ അനുസരിച്ചിരിക്കും, ഇല്ലേ? ചിലർ പിക്നിക്ക് പോകുന്നത് ഞായറാഴ്ചയാണ്. പിക്നിക്കിന് പോയി, അതുകൊണ്ട് കുർബാന കാണാൻ പറ്റിയില്ല. യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ആ പ്ലാൻ ചെയ്യുമ്പോൾ ആ യാത്രയ്ക്കിടയിൽ വിശുദ്ധ കുർബാന കാണാനുള്ള സമയവും കൂടി നമ്മൾ കണ്ടെത്തുക. ഒന്നുകിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ പുലർച്ചെ തൊട്ട് വിശുദ്ധ കുർബാനയുണ്ട് പള്ളികളിൽ. അപ്പോൾ 5 മണിക്ക് 5:30-ക്കൊക്കെ കുർബാനയുള്ള പള്ളികളുണ്ട്. നിങ്ങളുടെ പള്ളിയിൽ ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അങ്ങനെയുള്ള പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന കാണും. അല്ലെ തിരിച്ചു വരുമ്പോൾ കാണും. അല്ലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബന്ധു വീട്ടിൽ പോയതാണ്, അവിടെ പള്ളി ഉണ്ടല്ലോ, അവിടെ പോയി കാണുക. ഇങ്ങനെയുള്ള ചില മുൻകരുതലുകളുണ്ടെങ്കിൽ യാത്രക്കിടയിലെ ഞായറാഴ്ച കുർബാന നഷ്ടം ഒഴിവാക്കാവുന്നതാണ്. പലപ്പോഴും ബന്ധു വീട്ടിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാന ഒഴിവാക്കുമ്പോൾ ചിലർ പിക്നിക്കിന് പോയതാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി, അതുകൊണ്ട് കുർബാന കാണാൻ പറ്റിയില്ല, ഇല്ലേ? വെള്ളം പണ്ട് തൊട്ടേ അവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും ചാടുന്നുണ്ട്. വിശുദ്ധ കുർബാന കണ്ടേച്ച് എന്നാലും വെള്ളച്ചാട്ടം നിന്ന് പോകുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏതൊന്നിനാണ് നിൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി, പ്രാധാന്യം, മുൻഗണന എന്നുള്ളതാണ് അതിനകത്തെ പാപം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു വ്യക്തിക്ക് ഞായറാഴ്ച കുർബാന മുടങ്ങിപ്പോയിട്ടുണ്ട്, അത് ചാവുദോഷമാണ്. മനഃപൂർവ്വം ഒഴിവാക്കാനാവുന്ന കാരണങ്ങളാൽ കുർബാന മുടങ്ങുന്നത് ചാവുദോഷത്തിന് കീഴിൽ കുറ്റകരമാണ്. അത് കുമ്പസാരിച്ച് പാപമോചനം നേടേണ്ട പാപം തന്നെയാണ്. കുമ്പസാരക്കാരൻ്റെ അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് ഒരു ദിവസത്തെ വിശുദ്ധ കുർബാന അതിന് പകരമായി കണ്ട് കാഴ്ചവെക്കാവുന്നതുമാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ഒരു സംശയം ഇതാണ്. ഈ തിരുസഭയുടെ കൽപ്പനകളിൽ ചിലതെങ്കിലും കാലഹരണപ്പെട്ടിട്ടുണ്ടോ? അതായത് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം എന്നുള്ള കൽപ്പനയൊക്കെ നവീകരിക്കപ്പെടേണ്ടതല്ലേ? അതിനോടനുബന്ധിച്ചുള്ള ചോദ്യമാണ്. ക്രൈസ്തവ ജീവിതം അനുദിനം വിശുദ്ധിയിൽ കൊണ്ടുപോകേണ്ട ഒന്നാണല്ലോ.
അപ്പോൾ ഇപ്പം പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ് എന്നതിനാൽ ആണ്ടിലൊരിക്കലെങ്കിലും എന്നതൊക്കെ കാലഹരണപ്പെട്ട് അനുദിനം വിശുദ്ധീകരിക്കേണ്ട ഒരു പ്രക്രിയയെ അത് ദുർബലപ്പെടുത്തുന്നില്ല എന്നൊരു സംശയം. യെസ്, അതായത് നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യം വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. ഈ കൂദാശ നമ്മൾ അടുക്കൽ സ്വീകരിക്കേണ്ടതല്ലേ എന്നാണ്. ആണ്ടിലൊരിക്കലെങ്കിലും സ്വീകരിച്ചാൽ പോരല്ലോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? നമ്മുടേതായ സാഹചര്യങ്ങളിൽ കുമ്പസാരിക്കാൻ സൗകര്യങ്ങളുള്ളിടത്തും കുമ്പസാരിക്കാനുള്ള തുറവിയും സാഹചര്യങ്ങളും ഉള്ളിടത്ത് കുമ്പസാരം നമ്മൾ അടുക്കൽ നടത്തുന്നുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരുണ്ട്, ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരുണ്ട്, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ആണ്ട് കുമ്പസാരം എന്നുള്ളത് പ്രസക്തമല്ലല്ലോ, ഇതാണ് നിങ്ങളുടെ ചോദ്യം അല്ലേ? ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്ന് മതി എന്നാണ് അർത്ഥം. അത് ബെയർ മിനിമമാണ്, ഏറ്റവും കുറഞ്ഞത് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിൽ അത് തന്നെ എന്തായിത്തീരും? ചാവുദോഷമായിത്തീരും. മനസ്സിലാകുന്നു? ആണ്ടുകുമ്പസാരം മുടക്കി എന്ന് പറയുന്നത് ചാവുദോഷമാണ് എന്ന് മാത്രമല്ല, അത് സഭയ്ക്ക് പുറത്താക്കപ്പെടാൻ മാത്രം ഗൗരവമുള്ള തെറ്റുമാണ്. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ അടുക്കൽ സ്വീകരിക്കുക. ഒരിക്കൽ പോലും പള്ളിയിൽ കയറി കുമ്പസാരിക്കാത്തവൻ 15 കൊല്ലമായി കുമ്പസാരിക്കാത്തവനെയൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്ത്? ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. ഇല്ല, അങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ കുമ്പസാരിക്കാൻ വരുന്നവർ ചിലപ്പോൾ ഞാൻ 22 കൊല്ലമായി കുമ്പസാരിച്ചിട്ടെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ എന്നാടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ട്. അതായത് അവരത്രമേൽ കെയർലെസ് ആണ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ആധ്യാത്മികത ജീവിതം നയിക്കുന്നവർ. അത്തരം ഉഴപ്പന്മാരെ ഉദ്ദേശിച്ചാണ് സഭയിൽ ആ നിയമം പറഞ്ഞേക്കുന്നത്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നും. പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, പെസഹാകാലം പരിശുദ്ധ കുർബാനയെ മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട കാലമാണ്. കാരണം പെസഹായിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതുമായി ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ ഒരു കൽപ്പന. ഓക്കെ, വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? ജോർജ് സാറാണ്. ഓക്കെ. പിതാവേ, കത്തോലിക്കാ സഭയിൽ മാംസവർജനവും ഉപവാസവും ചെയ്യണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഏതെല്ലാം ദിവസങ്ങളിലാണ് മാംസം വർജിക്കേണ്ടതെന്നും ഉപവാസം എടുക്കേണ്ടതെന്നും ഒന്ന് വിശദീകരിച്ചു തരാം. യെസ്, അതായത് മാംസവർജന, ഉപവാസം, ഈ ദിവസങ്ങളെക്കുറിച്ചാണ് സാറിൻ്റെ ചോദ്യം. മാംസം വർജിക്കേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയും മാംസവർജനം ആവശ്യമുണ്ട്. അത് ദനഹാകാലത്തിനും ക്രിസ്തുമസിനും ഇടയിലുള്ള 1-2 വെള്ളിയാഴ്ച വരാം. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയതിനെക്കുറിച്ച് വിഷമിക്കണമെന്നില്ല. അതുകൂടെ മാംസവർജനം നടത്തുന്നതാണ് എളുപ്പം. ഏതൊക്കെ എക്സെപ്ഷൻ ഉണ്ട് എന്ന് നോക്കിയിരിക്കുന്നതിനേക്കാളും എളുപ്പം എല്ലാ വെള്ളിയാഴ്ചകളും മാംസവർജനത്തിൻ്റെ നാളുകളായി കരുതുക. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? എനിക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ ജീവൻ അർപ്പിച്ച എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ആദരത്തിൻ്റെ പ്രതീകമായി വെള്ളിയാഴ്ചകൾ എനിക്ക് ഉപവാസ ദിവസമാണ്, അഥവാ നോമ്പ് ദിവസമാണ്. വെള്ളിയാഴ്ച മാംസവർജനത്തിൻ്റെ ദിവസമാണ്. പിന്നെ 25 നോമ്പ്. സിറോ മലബാർ പാരമ്പര്യത്തിലെ പൗരസ്ത്യ സഭകൾ 25 നോമ്പെടുക്കുന്നു. പാശ്ചാത്യ സഭയ്ക്ക് ആ നോമ്പില്ല എന്നുള്ളത് സത്യമാണ്. തുടർന്ന് ഈശോ മരുഭൂമിയിൽ 40 ദിവസത്തെ സഹനം അനുഭവിച്ചതിനെ ഓർത്ത്, ഉപവസിച്ചതിനെ ഓർത്ത് നമ്മൾ വലിയ നോമ്പ് എടുക്കുന്നു. അത് 50 ദിവസമാണ്. അപ്രകാരം ഈ നോമ്പുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഉപവസിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്? ദുഃഖവെള്ളി, വിഭൂതി തിരുനാളിലാണ്. വിഭൂതി പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ തിങ്കളാഴ്ച ആരംഭിക്കുമ്പോൾ റോമൻ പാരമ്പര്യത്തിൽ അത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആരംഭിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കാരണം അന്നാണ് നോമ്പ് അവിടെ ആരംഭിക്കുക. കാരണം റോമൻ പാരമ്പര്യത്തിൽ 50 നോമ്പില്ല, 40 നോമ്പ്. 40 നോമ്പെന്ന് പറഞ്ഞാൽ 7 വെള്ളിയാഴ്ചകളും കൂടി ഒഴിവാക്കി കഴിയുമ്പോൾ, തിങ്കൾ ചൊവ്വായൂടെ ഒഴിവാക്കി കഴിയുമ്പോൾ 49 ദിവസം എന്നുള്ളത് 40 ദിവസമായി കുറയും. അതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഉപവസിക്കേണ്ട ദിവസങ്ങളിൽ ഉപവസിക്കുക. ഒരു നേരം എന്ന് പറഞ്ഞാൽ അത് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിഭൂതിക്കും അതുപോലെ ദുഃഖവെള്ളിക്കും.
വിഭൂതിയുടെ ഒന്നും ഒരു നേരം എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോഴല്ല ഒരു നേരം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരു നേരം മാത്രം ഭക്ഷിക്കുക എന്നാണ്. 14 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും അതുപോലെ മുലയൂട്ടുന്നവരോ ഗർഭിണികളോ നിത്യരോഗികളോ അല്ലാത്ത എല്ലാ വിശ്വാസികളും ഈ ഒരു നേരം എടുത്ത് ഉപവസിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഇത് പലതുമില്ല അല്ലേ, മുലയൂട്ടലും ഇല്ല ഗർഭം ധരിക്കലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എക്സെപ്ഷൻസ് ഇല്ല. അതേസമയം ഇവർക്കുണ്ട്. 14 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർ ഇതെടുക്കാതിരുന്നാൽ, ഒരു നേരം എടുക്കാതിരുന്നാൽ അതെന്തായിത്തീരും? പാപമായിത്തീരും. പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അവബോധം വീടുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ഷീ സാറാണ്. സാറിൻ്റെ ചോദ്യം. പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ വെള്ളിയാഴ്ച മാംസവർജനത്തിൻ്റെ കാര്യമാണ്. സാധാരണ ശനിയാഴ്ചകളൊക്കെ വിവാഹം വരുമ്പോൾ അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ഒരു 90% ആൾക്കാർ മാംസം കഴിക്കുകയും ബാക്കി നിഷ്കളങ്കരായ 10% ആൾക്കാർ അപഹാസ്യരായി നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ചിലേക്ക് നയിക്കുന്ന ബൈബിളിലെ എന്തെങ്കിലും വചനങ്ങളുണ്ടോ? ഇത് ഗൗരവതരമായൊരു പാപമാണോ എന്നതാണ് എൻ്റെ സംശയം. നമ്മുടെ നിയന്ത്രിതലങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ചിലർ ഗൗരവമായ പാപമായിട്ട് അവതരിപ്പിക്കാറുണ്ട്, ചിലർ ഭക്ഷണമല്ലേ സാരമില്ല എന്നുള്ള രീതിയിൽ ലഘുവായിട്ടും അവതരിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വചനഭാഗം ഏത് എന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച ഈശോ കുരിശേ മരിച്ചു, അതാണ് അതിൻ്റെ വചനം ഇല്ലേ. വെള്ളിയാഴ്ചയാണ് ഈശോ കുരിശിൽ മരിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വെള്ളിയാഴ്ച മാംസഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെ കാരണം, ഈശോ കാൽവരിയിലെ കുരിശിൽ ദുഃഖവെള്ളിയാഴ്ച മരിച്ചു എന്ന് സംശയമുള്ളവർ വെള്ളിയാഴ്ച മാംസം ഭക്ഷിച്ചോളൂ. അന്നാണ് ഈശോ മരിച്ചത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് എന്തു ചെയ്യണം? മാംസവർജനമാണത്. ഇനി ശനിയാഴ്ച കല്യാണം വെച്ച് വെള്ളിയാഴ്ച തിന്നുന്നതിൻ്റെ ഗുണദോഷം ഞാൻ പറയേണ്ട കാര്യമില്ല. ശനിയാഴ്ച കല്യാണം വയ്ക്കാതിരുന്നാൽ മതി, അത്രയും കൺട്രോൾ ഇല്ലാത്തവർ ഇല്ലേ. വെള്ളിയാഴ്ച മാംസം കണ്ടാൽ തിന്നാതിരിക്കാൻ മേലാന്നുള്ളവർ ശനിയാഴ്ച കല്യാണം വെക്കാതിരിക്കുക. പണ്ട് നമ്മുടെ നാട്ടിലെ പാരമ്പര്യം അതായിരുന്നു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കല്യാണം നടത്തുള്ളായിരുന്നു അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളിയാഴ്ചയുമായിട്ട് അതിനെ ഒരിക്കലും ബന്ധിപ്പിക്കാതിരിക്കാൻ നമ്മുടെ കാരണവന്മാരെടുത്ത ഒരു നീക്കമായിരുന്നത്. ഇന്ന് ഇപ്പോൾ അവധിയും മറ്റുള്ളവരുടെ ജോലി പ്രശ്നങ്ങളെല്ലാം കാരണം ശനിയാഴ്ചകളിൽ കല്യാണം നടത്താറുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ശനിയാഴ്ച കല്യാണം നടത്തുന്നു എന്ന കാരണത്താൽ വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കുന്നത് സഭയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. അത് ഒരു സഭാവിശ്വാസിക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ചും വിവാഹം പോലെ ഒരു പരിശുദ്ധമായ കൂദാശയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന അവസരമാണ്. ആ അവസരത്തിൽ സഭയുടെ നിയമം പരസ്യമായി ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് വിവാഹമെന്ന കൂദാശയ്ക്ക് ഒട്ടും ചേരാത്ത നിലപാടാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നുകിൽ മാംസം ഒഴിവാക്കിയുള്ള ഭക്ഷണം വെള്ളിയാഴ്ച വരുന്നവർക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. വെള്ളിയാഴ്ച മാംസം വിളമ്പില്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്കെല്ലാവർക്കും ആവശ്യം. അത് കല്യാണത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, തിരുപ്പട്ടം ശനിയാഴ്ച നടന്നാലും വെള്ളിയാഴ്ച ഇറച്ചി തിന്നാൻ പാടില്ല. ചിലർ വിചാരിക്കാറുണ്ടോ തിരുപ്പട്ടമല്ലേ, പുണ്യപ്പെട്ട കാര്യമല്ല, അതിനുവേണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതും തെറ്റാണ്. മാംസഭക്ഷണത്തെ ഒരു കാരണവശാലും വെള്ളിയാഴ്ച ന്യായീകരിക്കാൻ പാടില്ല. ഇതാണ് ഇക്കാര്യത്തിലെ സഭയുടെ നിലപാട്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജസ്റ്റ് ടീച്ചറാണ്. ടീച്ചർ ചോദ്യം എന്താണ്? പിതാവേ, കത്തോലിക്ക മതബോധന ഗ്രന്ഥം 2036 ഖണ്ഡികയിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: ക്രൈസ്തവ ജീവിതവും ധാർമ്മിക ജീവിതവും കുർബാന അർപ്പണത്തിൽ അതിൻ്റെ ഉറവിടവും ഉച്ചകോടിയും കണ്ടെത്തുന്നുവെന്ന്. അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? യെസ്, വിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനങ്ങളെ നമ്മൾ കണ്ടെത്തുന്നതും അത് ജീവിക്കാനുള്ള ശക്തി ആർജിക്കുന്നതും. വിശുദ്ധ കുർബാനയെ തന്നെ നമുക്കായി മുറിച്ച് പങ്കുവെച്ച് തരുന്ന ഈശോ മിശിഹ, അതാണ് ഏറ്റവും വലിയ ധാർമ്മികത. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ, അഹന്തയെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ സമ്പൂർണമായും വിട്ടുകൊടുക്കുന്ന മനോഭാവം, അതാണ് വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത.
ആ ആത്മീയത നമ്മൾ മനസ്സിലാക്കുന്നതും സ്വീകരിക്കുന്നതും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നതും എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം അപ്രകാരം പറയുന്നത്. അടുത്തൊരു ഓക്കെ, മെൽബി ടീച്ചറാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, സഭയിലെ ഔദ്യോഗിക പ്രബോധകരാണ് മാർപ്പാപ്പയും മെത്രാന്മാരും. അവർക്ക് സാധാരണവും സാർവത്രികവുമായ പ്രബോധന അധികാരമുണ്ട്. ഇവരുടെ എല്ലാ പ്രബോധനങ്ങളും സാർവത്രികമാണോ? ഉദാഹരണത്തിന്, കുറച്ച് നാളുകൾക്ക് മുമ്പ് മാർപ്പാപ്പ സ്ത്രീകളുടെ കാലുകൾ കഴുകുകയുണ്ടായി. എന്നാൽ നമ്മുടെ നാട്ടിൽ അത് വേണ്ടെന്ന സർക്കുലർ പുറപ്പെടുവിച്ചു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാർപ്പാപ്പ ഈ പുറപ്പെടുവിച്ച സർക്കുലർ അല്ലെങ്കിൽ മാർപ്പാപ്പ സ്ത്രീകളുടെ കാല് കഴുകി എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ ആ ഒരു കർമ്മക്രമം ഏർപ്പെടുത്തുന്നത് റോമൻ ലിറ്റർജിയിൽ വരുത്തുന്ന മാറ്റമാണ്. റോമൻ ലിറ്റർജിയിൽ കാല് കഴുകൽ പുരുഷന്മാർക്ക് മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്നത്. അത് സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ ചെയ്യാം എന്ന് മാർപ്പാപ്പ അനുവദിച്ചു. അത് റോമൻ ലിറ്റർജിയിൽ വരുത്തുന്ന മാറ്റമാണ്. റോമൻ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിൽ വരുത്തിയ മാറ്റമാണത്. ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിൽ വരുത്തുന്ന മാറ്റം തീർച്ചയായും എല്ലാ ലത്തീൻ സഭയ്ക്കും ബാധകമാണ്. മാർപ്പാപ്പ സാർവത്രിക സഭ മുഴുവൻ്റെയും തലവനായിരിക്കുന്നതോടൊപ്പം തന്നെ ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസും കൂടിയാണ്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിതാവും കൂടിയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ ലത്തീൻ സഭയിലെ പാത്രിയാർക്കീസ് അല്ലെങ്കിൽ റോമിൻ്റെ പാത്രിയാർക്കീസ് എന്ന രീതിയിൽ ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിൽ വരുത്തുന്ന മാറ്റം ആ സഭയ്ക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. പരിശുദ്ധ മാർപ്പാപ്പായുടെ അധികാരത്താൽ നടത്തുന്ന പ്രബോധനങ്ങൾ എല്ലാ സഭകൾക്കും ബാധകമാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഉദാഹരണം, ഈ മാർപ്പാപ്പായുടെ കാലത്ത് തന്നെയാണ് നമ്മുടെ യൗസേപ്പ് പിതാവിൻ്റെ പേര് വിശുദ്ധ കുർബാനയിൽ ചേർക്കണം എന്ന ഒരു കൽപ്പന കൊടുത്തു. അത് വാസ്തവത്തിൽ ലത്തീൻ സഭയ്ക്കാണ് ആ കൽപ്പന ബാധകമായത്. അത് കാരണം അത് ലിറ്റർജിക്കൽ കാര്യമായതുകൊണ്ട് ലത്തീൻ സഭയ്ക്കാണ് ബാധകം. പക്ഷേ ഇവിടുത്തെ പൗരസ്ത്യ സഭകളിൽ പലതും അത് എടുത്തു. സിറോ മലബാർ സഭയും അതെടുത്തു. അതാണ് ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും മാർ യൗസേപ്പ് പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ എന്നിപ്പോൾ കൂട്ടിച്ചേർത്തു. അത് എടുക്കാൻ നിയമബദ്ധ നമ്മൾ ബാധ്യസ്ഥരല്ല. അത് പൗരസ്ത്യ സഭകളെ ഉദ്ദേശിച്ചല്ല മാർപ്പാപ്പ പറഞ്ഞത്, പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അത് പക്ഷേ ആരാധനാക്രമത്തിൽ ഓരോ പൗരസ്ത്യ സഭകളും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യത്തിനും അനുസരിച്ച് ആരാധനാക്രമം അനുഷ്ഠിക്കണമെന്നാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പാശ്ചാത്യ സഭയ്ക്ക് മാത്രമായി നൽകുന്ന നിർദ്ദേശങ്ങൾ പൗരസ്ത്യ സഭകൾ അനുഷ്ഠിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കരുത്. അത് മാർപ്പാപ്പ എന്ന നിലയിൽ നൽകുന്നതല്ല, പാശ്ചാത്യ സഭയുടെ തലവൻ എന്ന രീതിയിൽ മാർപ്പാപ്പ നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അത്തരം നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ് ഈ ലിറ്റർജിക്കൽ നിർദ്ദേശം. ആ ലിറ്റർജിക്കൽ നിർദ്ദേശം വാസ്തവത്തിൽ പാപ്പ ആ സഭയ്ക്ക് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർവത്രിക സഭയ്ക്ക് മുഴുവനും നൽകുന്ന എല്ലാ പ്രബോധനങ്ങളും എല്ലാ പൗരസ്ത്യ സഭകളും ഒരുപോലെ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അവരത് സ്വീകരിക്കുന്നുമുണ്ട്, അത് പാലിക്കുന്നുമുണ്ട്. ഇത്ര വ്യക്തമായല്ലോ അല്ലേ? പ്രേക്ഷകരായ നിങ്ങൾക്കും CCAT-ലേക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.